ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാർത്തിക് ഒരു ഷെഡിൽ ഇങ്ങനെ ഉറങ്ങായിരിക്കാം കേട്ടോ. അപ്പോൾ കാർത്തിക് ഇങ്ങനെ സ്വപ്നങ്ങൾ കാണാണ്. സുന്ദരി പറഞ്ഞ വാക്കുകളും സുന്ദരി ശപിക്കുന്നതും വൈകി പറയുന്നതും കാർത്തികിൻ്റെ അമ്മ അച്ഛനെ ചെയ്ത് കൊടുക്കാൻ സമ്മതിക്കാതെ അതിൽ നിന്നൊക്കെ തടയുന്നതും എല്ലാം തന്നെ സ്വപ്നത്തിൽ ഇങ്ങനെ കാണാണ് കേട്ടോ. അങ്ങനെ കാർത്തിക് ഞെട്ടി ഉണരുകയാണ്. ശ്രീദേവി പറയുന്ന കാര്യങ്ങളും എല്ലാം തന്നെ ഇങ്ങനെ സ്വപ്നത്തിൽ വന്നിട്ട് ഇങ്ങനെ പറയുന്നതും ചീത്ത പറയുന്നതും ശാപവാക്കുകൾ എല്ലാം തന്നെ ഇങ്ങനെ കാർത്തികിന് ഓർമ്മ വന്നിട്ട് അതെല്ലാം കണ്ടുകൊണ്ട് തന്നെ കാർത്തിക് അങ്ങ് ഞെട്ടി ഉണരുകയാണ്. സ്വപ്നത്തിൽ സുന്ദരി പറയുന്നത് കാര്യങ്ങളാണ്, നീ ഇനി അനുഭവിക്കാൻ പോകുന്നതുള്ളൂ, നീ ഒറ്റപ്പെടലിൻ്റെ വേദന എന്താണെന്നുള്ളത് നീ അറിയും എന്നുള്ള കാര്യങ്ങളും ശ്രീദേവി നീ ഒരു ആണാണോടാ, ആണുങ്ങൾക്ക് ചേർന്ന പരിപാടിയാണോടാ നീ ചെയ്തു കൂട്ടിയത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞതൊക്കെ ആലോചിച്ചിട്ട് കാർത്തികിന് ദേഷ്യം വരികയാണ്. എന്നിട്ട് അവിടെ എടുത്തിരിക്കുന്ന ആ കുപ്പിയൊക്കെ എറിഞ്ഞു ഉടക്കുകയാണ് കേട്ടോ, ദേഷ്യം കയറിയിട്ട്. പിന്നീട് കൃഷ്ണൻ അങ്ങനെ പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അപ്പോൾ കൃഷ്ണൻ്റെ ഫോണിലേക്ക് പോലീസ് വിളിക്കാൻ കേട്ടോ. സുന്ദരി ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു എന്നുള്ളതും പാലാരിവട്ടത്തെ ഒരു ഹോസ്പിറ്റലായിരുന്നു എന്നുള്ള സൂചനകളൊക്കെ കിട്ടിയിട്ടുണ്ട്, നമുക്ക് പോയിട്ടൊന്ന് അന്വേഷിക്കാം, ഞാൻ ഏതായാലും അവിടേക്ക് പോവുകയാണ്, കൃഷ്ണ നീ അവിടേക്ക് വാ എന്ന് പറഞ്ഞിട്ട് പോലീസ് വിളിക്കാൻ കേട്ടോ. അപ്പോൾ മാലിനിയും ശ്രീദേവിയും മല്ലികയും അച്ഛമ്മയൊക്കെ ചോദിക്കുന്നുണ്ട് ആരാ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ പോലീസാണ് സുന്ദരിയുടെ വിവരം കിട്ടിയിട്ടുണ്ട്, സുന്ദരി ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞതെന്ന് പറയും. മല്ലിക പറയും ഞാനും കൂടി ഉണ്ട് ആങ്ങളെ എന്ന് പറയുമ്പോൾ വേണ്ട നീ വരണ്ടപ്പോൾ ഞാനും പോലീസുകാരൊക്കെയാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്, ആ സമയത്ത് നീ കൂടി ഉണ്ടായാൽ ശരിയാവില്ല എന്ന് പറയുമ്പോൾ അത് പറ്റില്ല ഞാനും കൂടി വരും പറഞ്ഞിട്ട് വാശി പിടിക്കുന്ന. നീ പറയുന്നത് കേൾക്ക് മല്ലിക, അവിടെ സുന്ദരി ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല, സുന്ദരിയെ അവിടെ ഉണ്ടായിരുന്നു എന്നൊരു സൂചന കിട്ടിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് സുന്ദരി അവിടെ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ അറിഞ്ഞ ശേഷം നിന്നെ കൂട്ടിക്കൊണ്ടുപോവാം, അതുവരെ നീ ഒന്ന് ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞ് വീണ്ടും മല്ലിക വാശി പിടിക്കുന്ന സമയത്ത് ശ്രീദേവിയോട് കൃഷ്ണൻ പറയുന്നുണ്ട് നീ ഒന്ന് സമാധാനിപ്പിക്കുക, കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക മല്ലികയെ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ ശ്രീദേവി പറയുന്നുണ്ട് മല്ലിക നീ വിഷമിക്കല്ലേ, എന്തായാലും കൃഷ്ണേട്ടൻ പോയി വന്നിട്ട് എന്താണെന്ന് അറിയാലോ, അവിടെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് അവിടെ പോയി സുന്ദരിയെ കാണാമല്ലോ എന്നൊക്കെ പറയാണ്. പിന്നീട് ഹോസ്പിറ്റലിലേക്ക് എത്താണ്. അങ്ങനെ ഡോക്ടറോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണം. അപ്പോൾ ഡോക്ടർ പറയണേ ഞാനാണ് സുന്ദരിയെ നോക്കിയതും മറ്റും, പക്ഷേ എനിക്ക് അങ്ങനെ കറക്റ്റ് വ്യക്തമായിട്ടും ഓർമ്മ വരുന്നില്ല മുഖം എന്നൊക്കെ പറയുമ്പോൾ കൃഷ്ണൻ ഫോട്ടോ കാണിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോഴും ആ ഡോക്ടർ പറയണേ എനിക്ക് ഒരുപാട് എമർജൻസി കേസുകൾ വരുന്നതല്ലേ, അതുകൊണ്ട് തന്നെ എനിക്ക് മുഖമായിട്ട് അങ്ങനെ ഓർമ്മ വരുന്നില്ല, എന്തായാലും ഇവിടെ ഫയലിൽ എഴുതി വെച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചൊന്ന് നോക്കട്ടെ എന്ന് പറയണേ. അങ്ങനെ സുന്ദരിയുടെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ച സമയത്ത് ആ സിസ്റ്റർ പറയണേ ഇതിൽ സുന്ദരിയെ ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന ആളുടെ ഫോൺ നമ്പറും അഡ്രസ്സും തന്നിട്ടുണ്ട്, അവിടെ പോയി അന്വേഷിച്ച കാര്യങ്ങൾ അറിയാൻ പറ്റും, കാരണം സുന്ദരി ഇവിടെ വരുന്ന സമയത്ത് ബോധമില്ലാതെയാണ് വന്നത്, പിന്നീട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും സുന്ദരിക്ക് ബോധം വരികയും പിന്നീട് സ്കാനിങ്ങും കാര്യങ്ങളും ചെക്കപ്പിലൊന്നും ഒരു കുഴപ്പവും ഇല്ല എന്നുള്ള ആ ഒരു സൂചന കിട്ടിയതിൻ്റെ ശേഷമാണ് ഇവിടെ കൊണ്ടുവന്ന അജയ് ഘോഷ് പറഞ്ഞ ആൾ പോയത്, പിന്നീട് സുന്ദരി ഇവിടുന്ന് പോവുകയാണ് ചെയ്തത് എന്നുള്ള ഡോക്ടർ പറയും. അപ്പോൾ എവിടേക്കാണ് പോയത് എന്നൊന്നും ഞങ്ങൾക്കറിയില്ല എന്നൊക്കെ പറയൂ കേട്ടോ. അങ്ങനെ അവർ പിന്നെ പോലീസും കൃഷ്ണനും കൂടിയിട്ട് നേരെ പിന്നെ അജയൻ്റെ വീട്ടിലേക്ക് അങ്ങ് പോവാണ്, അജയ് ഘോഷിൻ്റെ വീട്ടിലേക്ക് പോവാണ്. സുന്ദരി ഇനി വല്ല ഡീറ്റെയിൽസും കാര്യങ്ങളും അയാൾക്ക് അറിയുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഈ സമയം അച്ചമ്മയാണെങ്കിലോ വൈകിയെ കാണാൻ വേണ്ടിയിട്ട് വൈദേഹിയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ അച്ചമ്മ നല്ല സ്നേഹത്തോടു കൂടി തന്നെ വൈകിയോടും വൈദേഹിയോടും സംസാരിക്കുകയാണ്. എന്നിട്ട് വൈകിയോട് പറയണേ ഞാൻ അമ്പലത്തിൽ പോയി വരുന്ന വഴിയാണ്, അപ്പോൾ ഇവിടെ കൂടി കയറി കുഞ്ഞിനെ കാണാമെന്ന് കരുതി വന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വൈഗയുടെ നെറ്റിയിൽ അച്ചമ്മ കുറിയൊക്കെ ചാർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ വൈഗയാണെങ്കിലോ ദേഷ്യത്തിൽ തന്നെയായിരിക്കും, അച്ചമ്മയോടൊന്നും ഒരു മൈൻഡും ഇല്ലാതെ മിണ്ടാതെ നിൽക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ അച്ചമ്മ പറയാണ് നിനക്ക് ഞങ്ങളോട് എല്ലാവരോടുമുള്ള ദേഷ്യം എന്താണെന്നുള്ളതൊക്കെ അറിയാം, നിൻ്റെ മനസ്സിൽ സുന്ദരി നിന്നെ ചതിച്ചു എന്നുള്ള കാര്യമാണ്, പക്ഷേ മോളെ നീ വിചാരിക്കുന്ന പോലെയല്ല, സുന്ദരി ഒരിക്കലും നിന്നെ ചതിച്ചിട്ടില്ല എന്നൊന്നും പറയുമ്പോഴും വൈഗ ഒന്നും മിണ്ടാതെ ആ ഒരു അക്ഷരം മിണ്ടാതെ തന്നെ മുകളിലേക്ക് കയറി പോകാൻ നിൽക്കുന്ന സമയത്ത് അച്ചമ്മ പറയാണ് വൈഗ മോളെ നീ അവിടെ നിൽക്ക്, ഞാൻ ആ കുഞ്ഞിനെ ഒന്ന് എടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാണ്ട്. അപ്പോൾ കുഞ്ഞിനെ കൊടുക്കാതെ വീണ്ടും പോകുമ്പോൾ വൈദേഹി പറയാണ് വൈഗ നീ ഒന്ന് അവിടെ നിൽക്ക്, ഇത് വയസ്സായ ആളല്ലേ ഈ വന്ന് ചോദിച്ചത് കുഞ്ഞിനെ, അതുകൊണ്ട് കുഞ്ഞിനെ കൊടുക്കാതിരിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് വൈദേഹി കുഞ്ഞിനെ വാങ്ങിയിട്ട് അച്ചമ്മയുടെ കയ്യിൽ അങ്ങ് വെച്ച് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് അച്ചമ്മയാണെങ്കിൽ കുഞ്ഞിനെ കളിപ്പിക്കലും അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട് ഇത് ശരിക്കും മോളാണെങ്കിലും കൂടിയിട്ട് കാർത്തിക്കിൻ്റെ അതേ
മുഖമാണ് എന്നങ്ങ് പറയുമ്പോൾ വൈഗയ്ക്ക് ദേഷ്യം അങ്ങ് വരികയാണ് കേട്ടോ. അങ്ങനെ വൈഗ അത് കേട്ടതോടുകൂടി അച്ചമ്മയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ അങ്ങ് ദേഷ്യത്തിൽ അങ്ങ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്ചമ്മയ്ക്ക് അത് വിഷമാവുകയാണ്. അപ്പോൾ വൈദേഹി പറയുന്നുണ്ട്, എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് പറയും. വൈഗ ദേഷ്യത്തോടു കൂടി തന്നെ മിണ്ടാതെ നിൽക്കുമ്പോൾ അച്ചമ്മ വീണ്ടും പറയാണ്, മോളെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഏതൊരു പെണ്ണിനും അഭിമാനിക്കുന്ന കാര്യമല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. സ്വന്തം മക്കൾ അച്ഛൻ്റെ ചായയാണ് മുഖഛായയാണെന്ന് പറയുന്നത് കേൾക്കാൻ ഏതൊരു പെണ്ണും ആഗ്രഹിക്കും. നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ പിണക്കത്തിലാണെങ്കിലും കൂടിയിട്ട് കാർത്തിക് ഞങ്ങളെ എല്ലാവരെയും ഓരോരുത്തരെയായി വന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്നോ, നീയും അവനും സന്തോഷമായി ജീവിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. തെറ്റുപറ്റാത്തവരാരും തന്നെ ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ വന്നത് എന്നൊക്കെ പറയുമ്പോൾ വൈകിക്ക് അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ. കണ്ടില്ലേ അമ്മ, ഇപ്പോൾ തൃപ്തിയായില്ലേ അമ്മയ്ക്ക്, എന്തിനാണ് ഇവരെ വന്നത് എന്നുള്ള കാര്യം മനസ്സിലായില്ലേ എന്നങ്ങ് ചോദിക്കുമ്പോൾ അച്ഛമ്മയോട് അങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് പിന്നെ വൈഗ അവിടെ നിന്ന് അങ്ങ് പോവാണ്ട്. അപ്പോൾ വൈഗയോട് പറയുന്നുണ്ട്, ഞാൻ വന്നതേ മറ്റൊന്നിനുമല്ല, ഇതിന് തന്നെയാണ് വന്നത്. നീയും കാർത്തിക്കും തമ്മിൽ ഒന്ന് നല്ലപോലെ ജീവിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നീ കാർത്തികിനെ ഒന്ന് ഫോൺ വിളിച്ചാൽ മതി. എൻ്റെ സുന്ദരി മോളെ അവൻ കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സുന്ദരി മോളെ അവൻ എന്തായാലും പുറത്തു വിടും. അതിനു വേണ്ടി തന്നെ നിനക്ക് വേണ്ടിയിട്ടല്ലേ സുന്ദരി എന്തെല്ലാം ത്യാഗങ്ങൾ അനുഭവിച്ചു എന്നൊക്കെ പറയുമ്പോൾ സുന്ദരിയുടെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞത് കേൾക്കുമ്പോൾ വൈഗക്ക് വീണ്ടും ദേഷ്യം വരികയാണ് കേട്ടോ. അപ്പോൾ ഒന്നും മിണ്ടാതെ തന്നെ വൈഗ മുകളിലേക്ക് കയറി പോകുമ്പോൾ അച്ചമ്മ വീണ്ടും അങ്ങ് ഒച്ചത്തിൽ പറയാണ്, രാവിലെ എണീക്കുമ്പോഴും കിടന്നുറങ്ങുന്നവരെയും എൻ്റെ മോള് സുന്ദരിക്ക് വൈദേഹി മേഡം വൈഗ മേഡം എന്നും പറഞ്ഞ് രാവും പകലുമില്ലാതെ നടന്നിരുന്ന കുട്ടിയാണ്. ആ കുട്ടിയാണ് കാണാതിരിക്കുന്നത്. അപ്പോൾ അവളെ ഒന്ന് സഹായിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്ക് കൂടിയില്ലേ? നീ തൽക്കാലത്തിനെങ്കിലും ആണെങ്കിലും കാർത്തികിനോട് കുറച്ച് നല്ലപോലെ നിന്ന് എൻ്റെ മോളെ ഒന്ന് പുറത്ത് വിടാൻ വേണ്ടി പറയും. അവൻ്റെ കസ്റ്റഡിയിലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ട് അവൻ്റെ കസ്റ്റഡിയിലാണ് എൻ്റെ സുന്ദരി മോൾ ഉള്ളതെന്ന്. അതുകൊണ്ട് ഒന്ന് സഹായിച്ചൂടെ? അത് കഴിഞ്ഞ് നീ പിന്നെ കാർത്തികിനെ ഉപേക്ഷിച്ചാലും ഒരു കുഴപ്പവുമില്ല, എൻ്റെ മോളെ ഒന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുമ്പോഴും വൈഗ ഒന്നും മിണ്ടില്ല കേട്ടോ. വൈകദേശത്തോടു കൂടി അവിടുന്ന് പോകുമ്പോൾ വീണ്ടും അച്ചമ്മ പറയാണ്, ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, എൻ്റെ കുഞ്ഞിന് എൻ്റെ സുന്ദരി മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെയും ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അച്ചമ്മ വീണ്ടും അങ്ങ് ചൂടാവുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് വൈദേഹിയോട് പറയുന്നുണ്ട്, വൈദേഹി മാഡം നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക വൈഗ മോളോട്, ആ സുന്ദരി ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ സുന്ദരി മോൾ ഇത്രയും കാലം ജീവിച്ചത്, അതുകൊണ്ട് ഒന്ന് ഉപദേശിച്ചു കൊടുക്കുക. എന്നിട്ട് ആ കാർത്തികിനെ ഒന്ന് ഫോൺ വിളിക്കാൻ വേണ്ടി പറയും. എന്നിട്ട് ഞങ്ങളുടെ സുന്ദരി മോളുണ്ടെങ്കിൽ ഒന്ന് വിട്ടയക്കാൻ വേണ്ടി പറയും എന്നൊക്കെ പറഞ്ഞ ശേഷം അച്ഛമ്മ അവിടുന്ന് വിഷമത്തോടു കൂടി അങ്ങ് ഇറങ്ങി പോവാണ് കേട്ടോ. ഈ സമയം പോലീസും കൃഷ്ണനും കൂടിയിട്ട് അജയ് ഘോഷിൻ്റെ വീട്ടിലേക്ക് എത്താൻ കേട്ടോ. എന്നിട്ട് സുന്ദരിയുടെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് സുന്ദരിയെ കിട്ടിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനും എൻ്റെ ഭാര്യയും മോളും കൂടിയിട്ട് അവൾ പഠിക്കുന്ന സ്കൂളിൽ PTA മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിന് പോകുന്ന വഴിയിലാണ് ഇങ്ങനെ സുന്ദരി അബോധാവസ്ഥയിൽ കിടക്കുന്നത് കണ്ടത്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് ചെയ്തത്. പിന്നീട് ഡോക്ടർ അവിടെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സമയത്ത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞതും സുന്ദരിക്ക് ബോധം വന്ന ശേഷമൊക്കെയാണ് ഞങ്ങൾ പോയത്. പിന്നീട് സ്കാനിങ്ങിന് വേണ്ടിയിട്ട് അങ്ങ് കയറ്റിയതാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്നില്ല, പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു എന്നൊക്കെ പറയുമ്പോൾ പിന്നീട് നിങ്ങൾ സുന്ദരിയുടെ വല്ല വിവരവും അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഞങ്ങൾ കോൺടാക്റ്റ് ഒന്നും ഉണ്ടായി. അപ്പോൾ സുന്ദരിയുടെ കയ്യിൽ ആ സമയത്ത് ഫോൺ ഉണ്ടായിരുന്നോ എന്ന് അത് ഞങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നൊക്കെ പറയട്ടെ. അപ്പോൾ നിങ്ങൾക്ക് സുന്ദരിയുടെ ഫോട്ടോ കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവോ ഇത് തന്നെയാണ് എന്നുള്ളത് എന്ന് പറയുമ്പോൾ ആ അജയ് ഘോഷിൻ്റെ കുട്ടി അവിടെ നിൽക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുണ്ട് ഫോട്ടോ, ഞങ്ങൾ സെൽഫി എടുത്തിട്ടുണ്ട്, ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ഫോൺ എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ അജയ് ഘോഷ് പറയണേ, എൻ്റെ മോൾക്ക് കളക്ടർ ആവണമെന്നാണ് എൻ്റെ മോളുടെ ആഗ്രഹം. അപ്പോൾ ഈ സുന്ദരി കളക്ടർ ആവാനാണ് പഠിക്കുന്നത് എന്നുള്ളതും അതാണ് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ എൻ്റെ കുട്ടിക്ക് സുന്ദരിയോട് വല്ലാത്തൊരു സ്നേഹം തോന്നി, അങ്ങനെയാണ് സെൽഫി എടുത്തത് എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടിക്ക് സെൽഫി അങ്ങ് കൃഷ്ണനെ കാണിച്ചു കൊടുക്കാൻ കേട്ടോ. ഇത് തന്നെയല്ലേ സുന്ദരി ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് ആ കുട്ടി സെൽഫി എടുത്ത ആ ഫോട്ടോ കൃഷ്ണനെയാണ് കാണിക്കാൻ കേട്ടോ. അപ്പോൾ കൃഷ്ണൻ ആ മൊബൈലിൽ നോക്കിയിട്ട് അത് നോക്കി നിൽക്കുകയാണ്. അതുവരെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്. അടുത്ത എപ്പിസോഡിൽ സുന്ദരി തന്നെ ആയിരിക്കും കേട്ടോ ആ കുട്ടി സെൽഫി എടുത്തിട്ടുണ്ടാവുക, അത് സുന്ദരി തന്നെ ആയിരിക്കും. പക്ഷേ കൃഷ്ണൻ അറിയാമായിരിക്കും കേട്ടോ സുന്ദരി എവിടെയാണ് ഉള്ളത് എന്നുള്ള കാര്യമൊക്കെ കൃഷ്ണന് അറിയാമായിരിക്കും. കാരണം വിനീതിനോട് ഇന്നലത്തെ എപ്പിസോഡിൽ കൃഷ്ണൻ പറയുന്നുണ്ട് സുന്ദരിയെ മാറ്റി വെച്ചിരിക്കുകയാണെന്നും സുന്ദരി എവിടെയാണ് ഉള്ളത് എന്നുള്ളത് ഇവിടെ ഇപ്പോൾ തൽക്കാലത്തേക്ക് ആരോടും പറയാൻ പറ്റില്ല എന്നുള്ള കാര്യവും ഒക്കെ. അപ്പോൾ തൽക്കാലം ഇവിടെയുള്ളവർ എല്ലാവരും തന്നെ സുന്ദരിയെ
കാണാനില്ല എന്ന് തന്നെ വിചാരിച്ചോട്ടെ എന്നുള്ള കാര്യം വിനീതിനോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിനീത് പറയുന്നുണ്ട്, അല്ല കൃഷ്ണങ്കിൾ, അത് എന്തായാലും സുന്ദരി എവിടെയാണ് ഉള്ളത് എന്നുള്ളത് പോലീസ് കണ്ടുപിടിക്കുമല്ലോ എന്ന് പറയുമ്പോൾ, അത് കുഴപ്പമില്ല, അതുവരെ സുന്ദരി എവിടെയാണ് ഉള്ളത് എന്നുള്ളത് ഈ വീട്ടിലുള്ളവർ ആരും തന്നെ അറിയണ്ട. അവർക്കെല്ലാവർക്കും ഇപ്പോൾ സുന്ദരിയെ കാണാനില്ല എന്നല്ലേ അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്, അത് അങ്ങനെ തന്നെ വെച്ചാൽ മതി എന്നുള്ള ആ ഒരു സൂചന കൃഷ്ണൻ വിനീതിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുന്ദരിയെ മാറ്റി നിർത്തിയിരിക്കുന്നതൊക്കെ കൃഷ്ണനായിരിക്കും. ഒരു പക്ഷേ സുന്ദരി കളക്ടറായിട്ട് തിരിച്ചു വരുന്ന ആ ഒരു സീനിലാവട്ടോ ഇനിയുള്ള എപ്പിസോഡ് വരാൻ പോകുന്നത്.